നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പോലീസിന് തലവേദനയായി സാക്ഷികളുടെ മൊഴിമാറ്റം. സാക്ഷികൾ മൊഴിമാറ്റുന്നത് പ്രതി ചെന്താമര വീണ്ടും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമെന്ന് ഭയന്ന്. മൊഴിമാറ്റം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് വരോട് സ്വദേശി അഫ്സറിന്. വാരിയലിന് പരിക്കേറ്റ അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും NSS KPT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. മദ്യകമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22-അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPM-ന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. അഗ്നിരക്ഷാസേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടതു സർക്കാരെന്ന് അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA. പാലക്കാട്ട് കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം. മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സർക്കാർ ആധുനികവൽക്കരിച്ചെന്നും MLA. പത്രിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം. ആവശ്യമുന്നയിച്ച് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ ഭയന്ന് പലരും മൊഴിമാറ്റുന്നു. കേസിൽ മൊഴിമാറ്റം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ വ്യക്തമാക്കി. ചെന്താമരയുടെ ഭീഷണിയെ തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് 2 പേർ മൊഴിമാറ്റിയിരുന്നു. ചെന്താമരയെ ഭയന്ന് ഇനിയും സാക്ഷികൾ മൊഴിമാറ്റുമെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് കരുതൽ നടപടി സ്വീകരിക്കുന്നത്. ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമോ എന്നുള്ള ഭയമാണ് സാക്ഷികൾ മൊഴിമാറ്റാൻ കാരണം. എന്നാൽ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്. 8 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ആലത്തൂർ കോടതിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. പാലക്കാട് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. 2 ദിവസമായി കൊടുത്തു. അതിൻ്റെ നടപടികളുണ്ടാവും. പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയന്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ട് സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. മറ്റേ സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പം പലരും പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. SP-യുടെയും DIG-യുടെയും നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ടെന്നും ഡിവൈഎസ്പി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. അഫ്സറിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഒറ്റപ്പാലം പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഇരുവരും ഒറ്റപ്പാലം NSS KPT VHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. 22-അംഗ ഭരണസമിതിയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ 12 പേരുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച പോലും ചെയ്യാൻ കഴിയാതെ തള്ളിക്കളഞ്ഞത് CPM-ന് കനത്ത തിരിച്ചടിയായി. BJP-യും കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതിരുന്നത്. പ്രമേയാവതരണത്തിന് ക്വാറം തികയാൻ 11 അംഗങ്ങൾ വേണമെന്നിരിക്കെ CPM-ന്റെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. ഇതോടെ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് BJP-യും കോൺഗ്രസും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രമേയം തള്ളിയതിനെ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. അങ്ങനെ 14 പേരും കൂടെ ഒരുമിച്ച് തീരുമാനം
കോൺഗ്രസും BJPയും ഒത്തുചേർന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. അവിശ്വാസം പാസ്സാകാൻ ആവശ്യമായ ഭൂരിപക്ഷം CPMന് ഇല്ലെന്നും അതുകൊണ്ട് തന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പഞ്ചായത്തിൽ മദ്യക്കമ്പനി വേണ്ട എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസ്സാവുകയും ചെയ്തിരുന്നു. 8 CPM അംഗങ്ങൾ മാത്രമാണ് ഈ പ്രമേയത്തിനെ എതിർത്തത്. തൊഴിലാളികൾക്കും വേണ്ടി നടന്ന CPMന്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മധ്യ മുതലാളിമാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഇതിപ്പോ CPMന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മധ്യ മുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ള. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഗ്നിരക്ഷാസേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടതു സർക്കാരാണെന്ന് കെ ശാന്തകുമാരി MLA. കേരള ഫയർ സർവീസ് അസോസിയേഷൻ പാലക്കാട് മേഖലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കെ ശാന്തകുമാരി. കേരളത്തിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും കെ ശാന്തകുമാരി കുറ്റപ്പെടുത്തി. ഫയർ സർവീസിന് മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ആധുനികവൽക്കരിച്ചു. എവിടെ ഏതുതരം അപകടം നടന്നാലും രക്ഷിക്കാൻ അഗ്നിശമന സേന എത്തുമെന്ന പ്രതീക്ഷയുണ്ടായത് സേനയുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. മികച്ച സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായി സേനയെ ഇനിയും നവീകരിക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ ശാന്തകുമാരി പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്തതിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയത് ഈ കേരളത്തിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയും ക്രമസമാധാന നിലയിൽ നമ്പർ 1 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെയാണ്. ഞാൻ അങ്ങനെ നീണ്ടുപോകുന്ന ഒരുപാട് ഒന്നാം നമ്പർ സ്ഥാനം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? കേരളത്തിലെ സേന എന്ന് മാത്രമല്ല, അപ്പുറത്ത് നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ സമൂഹത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ വികസിത മേഖലയിലും ഒരു പൗരനെന്ന നിലയിൽ ഇടപെടുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. എന്നാൽ ഇന്ന് കേരളം ലജ്ജയോടുകൂടി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം തമസ്കരിക്കണമെന്ന് ജനപ്രതിനിധികൾ പറയുകയാണ്. KESA മേഖലാ പ്രസിഡന്റ് M രമേശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N ഷാജി, RFO KK ഷിജു, DFO T അനൂപ്, A ഷിജിൽകുമാർ, KPO ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, PV മഹേഷ്, KP പ്രദീപ്, R രഞ്ജിഷ്, MS ബിജോയ് എന്നിവർ സംസാരിച്ചു. നേരത്തെ സമ്മേളനം മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്രിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം വാർഡംഗത്തിന് എതിരല്ലെന്നും ഇത് MLAക്കും സർക്കാരിന്റെയും കണ്ണു തുറപ്പിക്കാനുള്ള സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MLA വിജയദാസ് ബൈപ്പാസിനായി പ്രാഥമിക സർവേ നടത്തിയിരുന്നു. എന്നാൽ നിലവിലുള്ള MLA ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. ബൈപ്പാസിനായി ബജറ്റിൽ പോലും ഒരു ചില്ലി കാശ് പോലും വകയിരുത്തിയതുമില്ല. ഇതോടെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് മങ്ങലേറ്റു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സമരം. വൃദ്ധരും സ്ത്രീകളും തുടങ്ങിയവർ ഒരേ സമയം സംഗമിക്കുന്ന ഭൂമി പത്തിരിപ്പാല ജംഗ്ഷൻ. ആ പത്തിരിപ്പാല ജംഗ്ഷന്റെ ഗതാഗത കുരുക്കിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ പറയുമ്പോ ഇവിടെയുള്ള മെമ്പർ പറയുകയാണ് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എന്ന്. 5 ലക്ഷം ഈ കനാൽ റോഡിൽ ബൈപ്പാസിന്റെ പേരും പറഞ്ഞ് കനാൽ റോഡിൽ ഒരു ബൈക്ക് പോയാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാൻ പറ്റാത്ത ഈ റോഡിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വീക്ഷണമെല്ലാം അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഷാഫി പറമ്പിൽ ബഹുമാനായ MLA ആകുമ്പോ KSRTCയുടെ മുന്നിൽ ഇതുപോലുള്ള ഒരു കനാൽ റോഡിനെ ആ കനാൽ റോഡിന് സ്ലാബിട്ട് ബൈപ്പാസ് ആക്കിയ അതുപോയി കാണണം MLAയും അവരുടെ അനുയായികളും. അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ 5 ലക്ഷം രൂപന്റെ പാച്ച് വർക്ക് നടത്തുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ധർണാ സമരത്തിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി PA ഷൗക്കത്ത് അലി, പറളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇല്ലിയാസ്, VA ഖാലിദ്, VM മുത്തു, മണ്ണൂർ പഞ്ചായത്ത് അംഗം PU റജുല ടീച്ചർ,
ജബ്ബാർ CH, സൈഫുദ്ദീൻ PM, K മുസദിഖ്, ഹസീന CH, സബിത മുനീർ, റുബീന സാദിഖ് എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PM സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് മുൻപ് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിവേദനവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ നവീകരണം പൂർത്തിയായ പാറപ്പുറം പമ്പ് ഹൌസ് റോഡ് നാടിന് സമർപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപ ചെലവിൽ പാറപ്പുറം പമ്പ് ഹൌസ് റോഡ് കട്ടവിരിച്ചത്. ബ്ലോക്ക് മെമ്പർ സെയ്ദലവിയുടെ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന റോഡാണിത്. വെള്ളിയാഴ്ച രാവിലെ റോഡിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നിർവഹിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ പദ്ധതിയാണ് പൂർത്തീകരണം ചെയ്ത് ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റോഡിന് മാത്രമല്ല മറ്റ് ഒരുപാട് മേഖലയിൽ നമുക്ക് വികസനം എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായ ഫണ്ടുകളിൽ നിന്നുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോഡിന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ SC ST വിഭാഗക്കാരുടെ, അതുപോലെ ക്ഷീര കർഷകർ, അതുപോലെയുള്ള ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് ഫണ്ടുകൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ബ്ലോക്ക് മെമ്പർ V സെയ്ദലവി സ്വാഗതം പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർ നസീജ, KP അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ പ്രൊഫസർ CD ദിലീപ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പാൾ CD ദിലീപ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഡോക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ശ്രീജ സ്വാഗതം പറഞ്ഞു. റസീന, CV പ്രസാദ്, നന്ദകിഷോർ, പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഫെസ്റ്റിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ പ്രിൻസിപ്പാൾ വിതരണം ചെയ്തു. ഇത്തവണ ഫെസ്റ്റിൽ 11 സ്റ്റാളുകളാണ് ഒരുക്കിയത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ 100ഓളം വിദ്യാർത്ഥികൾ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കി. പണം നൽകി കൂപ്പൺ വഴിയായിരുന്നു വിതരണം. കുട്ടികളിൽ സംരംഭകത്വ ശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ ശ്രീജ പറഞ്ഞു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലെ ഫസ്റ്റാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ 11 സ്റ്റാളുകളായിട്ട് 11 ഡിപ്പാർട്ട്മെൻറ്റാണ് കോളേജിലുള്ളത്. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈവായിട്ടും അതുപോലെ തന്നെ സ്വന്തമായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് അവരിവിടെ പ്രദർശനം നടത്തുന്നതും ഇതിൻ്റെ വിൽപ്പന നടത്തുന്നതും. ഒരു ED ക്ലബിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ ഓൺട്രപ്രണർഷിപ്പ്, സംരംഭത്വ വികസനം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഫുഡ് ഫെസ്റ്റ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വിപുലമായി നടത്തേണ്ടതും മാത്രമല്ല, പല പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ ഒരു സഹായം കൂടി ആവുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടനംകുറിശി മൂലേക്കാവ് പൂരം വർണ്ണാഭമായി. വിവിധ ദേശ കമ്മിറ്റികളുടെ കാഴ്ചവിരുന്ന് വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ സംഗമിച്ചു. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവിലമ്മയ്ക്ക് കാഴ്ചയുടെ വിരുന്നാണ് ഒരുക്കിയത്. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഗജവീരന്മാർ, ഇണക്കാളകൾ തുടങ്ങിയവ കാഴ്ചയുടെ തലയെടുപ്പായി. കുഴിയാനംകുന്ന് ദേശം, പടിഞ്ഞാറ്റുമുറി ദേശം, പുതിയ റോഡ്, തെക്കേക്കുന്ന് സംഘം കമ്മിറ്റി എന്നീ ആഘോഷ കമ്മിറ്റികളുടെ വേലകളാണ് അണിനിരന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തായമ്പക എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രസിദ്ധമായ ചെറുതുരുത്തി കൊഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് നടത്താറുള്ള 5ാം വേല ക്ഷേത്രത്തിൽ നടന്നു.
ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ ദേശക്കാർ പങ്കെടുത്തു. ഫെബ്രുവരി 17-ാം തീയതിയാണ് കോഴിമാമ്പറമ്പ് പൂരം. വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ നടന്ന 5ാം വേലയിൽ പാഞ്ഞാൽ, പുതുശ്ശേരി, നെടുമ്പുര, ചെറുതുരുത്തി, പള്ളിക്കൽ, താഴപ്ര, വെട്ടിക്കാട്ടിരി, ആറ്റൂർ, കൈപ്പഞ്ചേരി, പന്നിയടി ദേശക്കാർ ഒരുമിച്ചെത്തിയാണ് ചടങ്ങുകൾ നടന്നത്. പൂതനും പാക്കനാർ വേലയും കുരുത്തോല തൂക്കിയ പട്ടക്കുടകളുമായി ഭക്തരും ക്ഷേത്രത്തിലെത്തി. ദേവിയുടെ പ്രതിരൂപമായ കോമരം അരിയെറിഞ്ഞ് വിവിധ വേലകളെ സ്വീകരിച്ചു. കുട ചെരിഞ്ഞതോടെ 5ാം വേല ചടങ്ങുകൾക്ക് സമാപനമായി. ഫെബ്രുവരി 17-നാണ് പ്രസിദ്ധമായ കോഴിമാമ്പറമ്പ് പൂരം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ 6ാമത് വാർഷിക കൺവെൻഷനും സയന്റിഫിക് സെമിനാറും ഫെബ്രുവരി 15-ന് പാലക്കാട്ട് നടക്കും. രാവിലെ 10-ന് വി കെ ശ്രീകണ്ഠൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോമിയോപ്പതി കൈവരിച്ച നേട്ടങ്ങൾ പങ്കുവയ്ക്കുന്ന വിവിധ വിഷയങ്ങൾ ഡോക്ടർ KP നന്ദകുമാർ, ഡോക്ടർ T അജയൻ എന്നിവർ അവതരിപ്പിക്കും. രോഗപ്രതിരോധത്തിൽ ഹോമിയോപ്പതി നടപ്പിലാക്കുന്ന രീതികൾ, ക്യാൻസർ ഉൾപ്പെടെ മാരകരോഗങ്ങൾക്ക് നൽകിവരുന്ന ചികിത്സ ഉൾപ്പെടെ സംവാദ വിഷയമാകും. രോഗിക്കും ഡോക്ടർമാർക്കും ആശ്വാസം നൽകുന്ന രീതികൾ ആവിഷ്കരിക്കും. അസോസിയേഷൻ നേരത്തെ സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസിന്റെയും കലണ്ടറിന്റെയും പ്രകാശനവും നടക്കും. സ്ഥാപനങ്ങളാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഡോക്ടർമാരുടെയും അറിവുകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസിനെയും ഉദ്ദേശിച്ചാണ് ഈ സയന്റിഫിക് സെഷൻ ഇതിന്റെ കൂടെ ചേർത്ത് നടത്തുന്നത്. അതിൽ ആദ്യത്തെ സെഷൻ നാളെ നടത്തുന്നത് നമ്മുടെ പാലക്കാട് തന്നെ ഉള്ള നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറും നല്ലൊരു പ്രാക്ടീഷണറുമായ ഡോക്ടർ KP നന്ദകുമാർ, അമൃത ഹോമിയോ മെഡിക്കൽ സെന്ററിലെയാണ്. പുള്ളിയുടെ സെഷനാണ് ഫസ്റ്റ് ഉള്ളത്. അഡ്വാൻസ്ഡ് പാത്തോളജിക്കൽ ഡിസീസസിനെ കുറിച്ചാണ്, അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും പ്രോട്ടോകോൾസിനെ കുറിച്ചുമാണ് നാളത്തെ ആദ്യത്തെ സെഷൻ വരുന്നത്. രണ്ടാമത്തെ സെഷൻ ഡോക്ടർ T അജയൻ, ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിലെ കന്യാകുമാരി പുനശ്ശേഖരത്തുള്ള കോളേജിലെ പ്രൊഫസർ ആസ് വെൽ ആസ് HOD ഓഫ് മെഡിസിൻ, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടറാണ്. പുള്ളിയുടെ അതിലെ ട്രയാഷ് ഓഫ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇൻ അഡ്വാൻസ്ഡ് പാത്തോളജി. രണ്ടും ക്രോണിക് കേസസിന് കൂടുതലായിട്ടും, എസ്പെഷ്യലി ക്യാൻസർ പോലുള്ള കംപ്ലൈൻസിനും അതുപോലെ സിവിയർ ആയിട്ടുള്ള കംപ്ലൈൻസിനും എല്ലാത്തിനും ഹോമിയോപ്പതിക് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നും നമുക്ക് അതിന്റെ ബേസിക് തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഹോമിയോപ്പതിയിലൂടെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ വി ശ്രീകാന്ത്, ഇ രമേഷ് നായർ, വി മിഥുൻ, രഞ്ജു ബേബി, KP അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പോലീസിന് തലവേദനയായി സാക്ഷികളുടെ മൊഴിമാറ്റം. സാക്ഷികൾ മൊഴിമാറ്റുന്നത് പ്രതി ചെന്താമര വീണ്ടും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമെന്ന് ഭയന്ന്. മൊഴിമാറ്റം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ DYSP. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് വരോട് സ്വദേശി അഫ്സറിന്. വാരിയലിന് പരിക്കേറ്റ അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും NSS KPT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. മദ്യക്കമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22-അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPM-ന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. അഗ്നിരക്ഷാസേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടതു സർക്കാരെന്ന് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA. പാലക്കാട്ട് കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം.
മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സർക്കാർ ആധുനികവൽക്കരിച്ചെന്നും MLA. പത്തിരിപ്പാല ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം. ആവശ്യമുന്നയിച്ച് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.